ഹലോ ഹലോ, മൈക്ക് ചെക്കിങ്. ഞാനൊന്ന് എണീറ്റപ്പോൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി, ഉറക്കം നേരത്തെ തെളിഞ്ഞു. ഇന്ന് ചെറിയൊരു തണുപ്പുണ്ട്, ഇന്നലത്തെക്കാട്ടിലും തണുപ്പുണ്ട് ഇന്ന്. അപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാമറ കുറച്ച് ബാക്കിലുണ്ടാവും. ഇപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് മൊബിലിറ്റി വർക്കൗട്ട് ചെയ്യും. മൊബിലിറ്റി വർക്കൗട്ട് എന്ന് പറയുമ്പം നമ്മൾ രാവിലെ എണീക്കിട്ട് നമ്മൾ ചുമ്മാ വെള്ളമോ അല്ലെങ്കിൽ ചാഞ്ചലം കുടിക്കല്ലേ, അത് ഈ ഒരു പൊസിഷനിലിരുന്ന് കുടിക്കുക. അപ്പിടുന്ന പൊസിഷൻ. രാവിലെ ആയിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കാണ്ട് നല്ല ചൂടുവെള്ളം കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ഹാബിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യാണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. രാവിലെ സ്പ്ലിറ്റ് ആകാനൊക്കെ ഇച്ചിരി പാടായിരിക്കും, കാരണം രാവിലെ നമ്മുടെ മസിൽസൊക്കെ എപ്പോഴും ഇച്ചിരി ടൈറ്റ് ആയിരിക്കുമല്ലോ. കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം ഒരു ടൈറ്റ്നെസ് കാണുമല്ലോ മസിൽസിനൊക്കെ, അതൊക്കെ പയ്യെ ക്ലിയറായി ഓപ്പണായി വരും. അലയേ അലയേ കാറ്റില്ല. ഇതൊക്കെ ചെയ്യാൻ യോഗ മാറ്റ് വേണം, മറ്റേ സാധനം വേണമെന്നില്ല കേട്ടോ. ചുമ്മാ അങ്ങ് നേരത്തെ തന്നെ ചെയ്യുക. നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചതും രണ്ട് ഉപയോഗിക്കത്തുമില്ല. പിന്നെ നമ്മുടെ സൂര്യ നമസ്കാരമില്ലേ, അതിലിങ്ങനത്തെ എന്തൊരു സാധനമില്ലേ, ഇത് സത്യം പറഞ്ഞാൽ നടുവിനൊക്കെ നല്ലതാണ്. അത്രേ ഉള്ളൂ, പരിപാടി തീർന്നു. ഇനി അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, എനിക്കെൻ്റെ സൈക്കിളിൻ്റെ ബാറ്ററി ഇത് ചാർജർ വെക്കണം, അല്ലെങ്കിൽ പോക്ക് നടക്കിയല്ല, വർക്കിന് പോക്ക് നടക്കിയല്ല. ഇത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50-60 കിലോമീറ്ററൊക്കെ പോകും. ഇപ്പം സമയം ഏകദേശം ഒരു 10 മണിയായി. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഞാൻ സാധാരണ വീക്കിൽ ഒരു 6 ദിവസവും പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കാറുണ്ട്. 1 ഡേ ചീറ്റ് ചെയ്യും. നമ്മൾ ഡയറ്റ് നോക്കുമ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ചീറ്റ് ഡേ, അല്ലെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കാലറി കട്ട് ചെയ്യുമ്പം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 300 കാലറിക്ക് കട്ട് ചെയ്യുള്ളൂ. നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറിയിൽ നിന്ന് ഒരു 300 കാലറിക്ക് കട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വെളുത്തുള്ളി തീർന്നോ. അപ്പോൾ അതിൻ്റെ 300 കാലറി കൂടുതൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പും. നമ്മൾ ഒരാഴ്ച നന്നായിട്ട് ഡയറ്റ് നോക്കും, പിന്നെ നമുക്കൊന്നും തന്നെ അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഒന്നും കാണത്തില്ല. അപ്പോൾ ഡയറ്റ് നോക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മെയിൻ്റനൻസ് കാലറി എടുത്തിട്ട്, അതിപ്പോൾ നമുക്ക് നെറ്റിൽ വെയിറ്റും ഹൈറ്റും എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നെറ്റിൽ നോക്കി നമുക്ക് മനസ്സിലാവും. മിക്കവാറും ഒരു മെയിൻ്റനൻസ് കാലറി എന്ന് പറഞ്ഞാൽ 2500 ആയിരിക്കും. അപ്പോൾ മെയിൻ്റനൻസ് കാലറി നോക്കിയിട്ട് അതിൽ നിന്നൊരു 300 കാലറി കട്ട് ചെയ്യുക. അതിൻ്റെ പ്രോസസ്സ് ഇച്ചിരി സ്ലോ ആയിരിക്കും, പക്ഷെ അതാണ് ബെറ്റർ. നിങ്ങളൊരു 1 മാസം കൊണ്ടൊന്നും വെയിറ്റ് കുറയ്ക്കാൻ നോക്കരുത്. അത്
നമ്മൾ കുറയും, പക്ഷെ നമ്മൾ കുറയുന്ന വെയിറ്റ് അതുപോലെ തന്നെ കൂടും. കാരണം നമ്മുടെ ക്രേവിങ്സ് എല്ലാം ഭയങ്കര ഹൈ ആയിരിക്കും. മിൻസ്ഡ് പോർക്ക് എൻ്റെ ഏകദേശം ഒരു 300 ഗ്രാം നമുക്ക് കാണും. ഞാനവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീഡിയോ ഫോണിൻ്റെ സ്റ്റോറേജ് കയറുന്നു. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും എൻ്റെ ഫുഡ്. ഇതിൽ പോർക്ക്, എഗ്ഗ്, യോഗട്ട്, 10% ഫാറ്റിൻ്റെ യോഗട്ട്, നല്ല ഫാറ്റുള്ള യോഗട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് മീൽ. ഓൾമോസ്റ്റ് ഒരു 1300 കലോറി ഉണ്ട്. സോ ഇന്നലെ എൻ്റെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയിരുന്നു. ഇന്ന് കാർഡിയോ ആണ് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ അടുത്തൊരു പള്ളിയിൽ പോയിട്ട് സ്റ്റെപ്സ് ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ ഒരു അരമണിക്കൂർ ചുമ്മാ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കൈ മടങ്ങുന്നുണ്ട്. ഇനി ഇത് ഇന്ന് ചെയ്തിട്ട് കാര്യമില്ല. സോ ഇനി ഞാൻ ഡ്രസ്സ് മാറി ഓടാൻ പോട്ടെ. ജർമ്മനിയിൽ നമ്മൾ എപ്പോഴും നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു സാധനമാണ് ഈ പോസ്റ്റ്. സാധാരണ എന്തെങ്കിലും ലെറ്ററൊക്കെ കാണാറുണ്ട്. എനിക്ക് പോലീസ് സൈഡ് ഒരു ലെറ്റർ വരാൻ കിടപ്പുണ്ട്. അത് ഞാൻ ചെയ്യുന്ന ജോലി ഡെലിവറിയാണ്. അതിനെ സംബന്ധിച്ച് ഒരു ലെറ്റർ വരാൻ കിടപ്പുണ്ട്. അതെന്താണെന്ന് അറിയില്ല, നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. പോലീസുകാരുടെ കാര്യം പറഞ്ഞോളൂ. ഞാൻ പള്ളി വന്നപ്പം പോലീസ് കിടപ്പുണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ, 2 വണ്ടി. എന്നാ വിഷയം എന്നാന്ന് അറിയത്തില്ല. നമുക്ക് ഒളിച്ചൊന്ന് വീഡിയോ എടുക്കാം. അതുകൊണ്ട് വണ്ടി കിടക്കുന്നത് അവിടെ എന്തോ വിഷയമുണ്ട്. അവിടെ എന്തൊക്കെയോ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് പള്ളി. നൈസറല്ലേ. അപ്പം ഞാൻ സ്റ്റെപ്പ് ചെയ്യുന്ന ഇവിടെ കേട്ടോ. ഇതൊക്കെ താഴെ വരെയുണ്ട്. ഇവിടെ ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം ഇവിടെ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ മേലോട്ട് നാട്ട് ഓടിക്കയറും. അടിപൊളിയാണ്. നമ്മൾ നേരെ ഫ്ലാറ്റായിട്ടുള്ള സർഫേസിൽ കൂടെ ഓടുന്നതിനെക്കാട്ടിലും ഒരു 10x എഫക്റ്റാണ് ഇതിലൂടെ ഓടിയ. സോ അത് ഇവിടം വരെ ഉണ്ട്. താഴെ ഒരു കാർ പാർക്കിങ്, അപ്പം ഇവിടം വരെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ഞാൻ അരമണിക്കൂർ ഓടും. അതാണ് എൻ്റെ കാർഡിയോ. അരമണിക്കൂർ ഞാൻ നോർമലായിട്ട് ഓടും. പിന്നെ അവസാനത്തെ ഒരു 10 റൗണ്ട് ഹിറ്റ് VO2 മാക്സ് കുറച്ചും കൂടെ ഇൻറ്റൻസായിട്ട് ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ കാർഡിയോ വർക്കൗട്ട്. അപ്പോൾ എന്തെല്ലാം ചെയ്യട്ടെ. സമ്മറാകുന്നതിൻ്റെ തെളിവുണ്ടാവും.
എല്ലായിടത്തും ഇലയില്ല, ഇല ചെറുതായിട്ട് മുളയ്ക്കുന്നുണ്ടോ. ഇതുണ്ട്, ഇവിടെ എല്ലാം പൂ വന്നു ഈ മരത്തിന്. നല്ല രസമല്ലേ കാണാൻ. ബാക്കിയുള്ള മരത്തിനൊക്കെ ഇല വരുന്നേ ഉള്ളൂ. ഓ, എനർജി ഇല്ല, ഉറങ്ങാത്തോണ്ടാ. ഇന്ന് ഏകദേശം ഒരു 75% നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഗോ ഹോം. വീട്ടിൽ പോ. ഞാൻ വർക്കിന് പോകുന്ന വഴിയാട്ടോ. അപ്പോൾ അവിടെ കുറേ മാൻ നിൽക്കുന്നുണ്ടോ? മാൻ, വാവ്, ഒരു കൂട്ടം മൊത്തം ഉണ്ട്. കേൾക്കുന്നുണ്ടോ? കാറ്റടിക്കുന്നുണ്ടോ? ആദ്യത്തെ 10 കിലോമീറ്റർ കഴിഞ്ഞു. ഇനിയൊരു 12 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 22 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇത്ര നേരം മൊത്തം സിറ്റിയും ബേളമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നമുക്ക് രമണിനെ കിട്ടില്ലോ, പ്രകൃതി രമണി. വീഡിയോ എടുക്കാമെന്ന് വെച്ചു. നമുക്കിനി നാളെ വേറെ റൂട്ട് പോകാം, അത് കുറച്ചുകൂടെ നൈസാണ്. തിരിച്ച് ഈ റൂട്ട് വരാം വർക്ക് കഴിഞ്ഞ്. നാളെ വേറൊരു കുറച്ചും കൂടെ വില്ലേജ് സെറ്റപ്പ് ഉള്ളേരിയ കൂടെ അങ്ങ് പോവാം. ഗൈസ് നോക്കൂ, ഇവിടെ ഒരു അടിപൊളി ഒരു ഫാമുണ്ട്. സോറി, ഇവിടെ അല്ല കേട്ടോ, ആ പാലം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിച്ചുതരാം. അതൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് പടത്തിലെ കാണില്ലേ, മറ്റേ ബ്രിട്ടീഷുകാരുടെ സെറ്റപ്പ്. വലിയൊരു ഫാം. അവിടെ പുള്ളിക്കാരി എപ്പോഴും കുതിരേനേക്കാൾ ഓടിച്ചു നടക്കുന്നതാണ്. ഈ പാലം കണ്ടോ? ഈ പാലം അവരുടെ വീട്ടിലോട്ടുള്ള പാലമാണ്, വീടല്ല ഫാമിലോട്ടുള്ള പാലം. നമ്മൾ ഈ സെറ്റപ്പ് നോക്കിയേ. ആണ്ടോ അവിടെ ഒരു പുള്ളിക്കാരനുണ്ടോ കുതിരനോടൊക്കെ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ഈ സമയത്ത് ഈ പുള്ളിക്കാരിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തെ വീടുണ്ടോ, വെള്ള വീട്. ഇവിടുത്തെ വലിയ ഗൗണ്ടറിൻ്റെ കൊച്ചാന്ന് തോന്നുന്നു. ഇതിവിടുത്തെ ചെറിയൊരു പാർക്ക് സെറ്റപ്പാണ്. ഇത് ഊബാക്ക് പാലൻബർഗ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ അല്ലേ. അല്ല, ഇവിടുത്തെ ലോക്കൽ റീജിയണൽ ട്രെയിൻ. ഇത് എന്നാ സെറ്റപ്പ് എന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടാ, നമ്മൾ നേരെ പോകുന്നത് ഇപ്പം നെതർലാൻഡ്സ് ബോർഡറാണ്. ഇവിടെ ഫ്രോൺഷാഫ്റ്റ് എന്ന് പറയും. അത് ജർമ്മനി നെതർലാൻഡ്സും ബോർഡറും അല്ല, പിന്നെ എന്ത് പണ്ടാറാന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ എന്താ ഫ്രോൺഷാഫ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ബോർഡ് ഉണ്ടോ? മഴവില്ലുണ്ടോ? മഴവിൽ. വർക്കിന് കയറി എന്നുവെച്ചൊരു ഡെലിവറി ഇച്ചിരി കൂടുതൽ, 50 സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും വർക്ക് കഴിഞ്ഞിട്ട് കാണാം. പറന്ന് പണിയെടുത്താലൊന്ന് തീരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇനി ഒരു ലോങ് വേ ബാക്ക് ടു ഹോം. സോ ഗൈസ്, ഗോയിങ് ബാക്ക് ടു ഹോം. ഇന്ന് സ്കൈ വലിയ ക്ലിയർ അല്ല, അല്ലെങ്കിൽ നല്ല നിലാവൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ പോകുന്ന ഡ്രസ്സ്. കറക്റ്റ് ഈ വര ഉണ്ടോ? ഈ വര കഴിയുമ്പോൾ നമ്മൾ നെതർലാൻഡ്സ് കയറി. ശരിക്കും പറഞ്ഞാൽ ഈ വഴിയില്ലേ, നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി, ശരിക്കും കുതിരയ്ക്കും സൈക്കിളിനും മനുഷ്യർക്കും പോകാൻ വേണ്ടിയ വഴിയാട്ടോ. അവിടെ കാണുന്ന ഒരു ലൈറ്റ് ഉണ്ടോ? കാണാറുണ്ടോ ആ ലൈറ്റ്? അതൊരു ഹൈടെക് കുതിര ഫാം. അത് ആ ലൈറ്റ് ഇതുണ്ടോ? ഭയങ്കര സെറ്റപ്പ് ഒരു കുതിര ഫാമാണ്. പിന്നെ രാത്രി നിങ്ങൾക്ക് എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
നമ്മൾ ഈ സ്റ്റേപ്പിൾ എന്നൊക്കെ പറയല്ലേ, സ്റ്റേപ്പിൾ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഏതോ സിനിമയിൽ കണ്ടൊരു ഓർമ്മ എനിക്ക്. ആ സംഭവമാണത്. ഫുള്ള് ചിലപ്പം 1 മില്യൺ യൂറോയുടെ ഒക്കെ കുതിര ചിലപ്പോൾ കാണുന്നത്. ഞാൻ അവിടുത്തെ വീടുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഭയങ്കര കളർഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കട ഉണ്ടാവും. അതാണ് ഇവിടുത്തെ കഞ്ചാവ് ഷോപ്പ്. ഈ നേരെ ഈ കാണുന്നതാണ് സിംസ്തേരി. ആരേലും എണീറ്റിരിപ്പുണ്ടോ? എണ്ണാച്ച് യാറാவது இருக்குங்களா ഉള്ള എല്ലാവരും ഉറക്കോ ശല്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കുറച്ച് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ USA-യുടെയും നെതർലൻഡ്സിൻ്റെയും ഒരു ആർമി ബേസ് ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞ മിലിറ്ററി നമ്മളുടെ ബേസ്. അത് കണ്ടോ, അമേരിക്കയുടെ ഫ്ലാഗൊക്കെ പോകുന്നുണ്ടോ? ഇവിടെ രണ്ടാമന്മാർ എപ്പോഴും റൗണ്ട് അടിക്കും, നൈറ്റ് ഡ്യൂട്ടി വാച്ച് ചെയ്യാൻ വേണ്ടി. ഈ വഴി കൂടെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. ഇതേമാരെന്തോ കണ്ടെയ്നറാണ് സെറ്റപ്പ്, എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല ഇങ്ങനെ ഓരോരോ ബിൽഡിങ്ങാണ്. ഇന്ത്യയൊക്കെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ പിടിച്ചോണ്ട് പോകും. ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ ഒറ്റപ്പെട്ട വീടുകളാണ്. പക്ഷേ ഇത് നമുക്ക് രാത്രിയിൽ കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ നല്ല രസമായി വീടുകളാണ്, ചെറിയ ക്യൂട്ട് വീടുകൾ. ഇവിടെ രാത്രിയിൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഇതാണ് ഇവിടുത്തെ പഴയ ഓൾഡ് ബിൽഡിങ്സ്. പക്ഷേ രാവിലെ ആയാലും രാത്രി ആയാലും ഒരു മനുഷ്യൻ കാണത്തില്ല പുറത്ത്. അപ്പം നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ എന്താണ് ബോർഡറാണ്. നമ്മളിപ്പോൾ ജർമ്മനി കയറും. ഇതാണ് ബോർഡറിൻ്റെ സാധനം, ഫ്രോൺഷാഫ്റ്റ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം അങ്ങനെ അല്ലേ. ഇവിടെ ചെറിയൊരു ലേക്ക് ഉണ്ടേ. ഈ തണുപ്പത്ത് ഇത് നിങ്ങളെ സമ്മതിക്കണ്ടേ ഈ പണ്ടാരങ്ങളെ. അയ്യോ, അതിൻ്റെയൊക്കെ സ്കിൻ കിട്ടുമായിരുന്നെങ്കിൽ. ആ നേരെ കാണുന്ന റെയിൽവേ ഗേറ്റാണ്. അവിടെ പടച്ചേക്കോ, ഇപ്പോൾ ട്രെയിൻ വരും. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ അമ്മ പറഞ്ഞായിരുന്നു, നീ പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചു താ മോനെ. അപ്പം ഇങ്ങനെ കാണിച്ചു തരാം, നമുക്കൊരു കണ്ടന്റ് പോയി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല, നേരെ ഇങ്ങനെ പോവാം. ഇന്ന് ചന്ദ്രനില്ല ഗൈസ്, ചന്ദ്രൻ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. സ്കൈ നല്ല ക്ലിയർ ആട്ടോ. ഞാൻ ഈ ചന്ദ്രനില്ലാത്തതുകൊണ്ട് ഈ ലൈറ്റ് പൊല്യൂഷൻ കാരണം നമുക്ക് ഈ സ്റ്റാർസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നാലും കാണാം, പക്ഷെ ക്യാമറ കിട്ടത്തില്ല. ഈ ഒരു റൂട്ടിൽ നമുക്ക് ചിലപ്പം മിക്കവാറും ഏതേലും മൃഗത്തിനെ കാണാൻ പറ്റും. ഒരു പ്രാവശ്യം റാക്കൂൺ ഇല്ലേ, അതിന് മലയാളത്തിലുണ്ടെന്ന് പറയാം. നമ്മുടെ നാട്ടിലില്ലാത്ത ജീവിയായത് അല്ലേ, നമ്മുടെ നാട്ടിലല്ലല്ലോ. മറ്റേ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിൽ മറ്റേ റാക്കൂണെ കാണാൻ പറ്റുന്ന മറ്റേ ബീവറില്ലേ, ബീവർ മറ്റേ ഡാം കിട്ടുന്ന അതിനെയൊക്കെ കാണാറുണ്ട് ഇവിടെ. ഞാൻ റോഡ് ക്രോസ് ചെയ്യാം. പിന്നെ മുയലൊക്കെ ഇഷ്ടം പോലെ. ഞാനതുകൊണ്ട് ക്യാമറ റെഡിയാക്കി വെച്ചേക്കുക, എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നറിയാം.
ഷേ, ഞാൻ കറക്റ്റ് ക്യാമറ എടുത്ത് വെക്കും, ഇതേ ഫ്രണ്ടിൽ നേടി. ബീവർ നല്ല മുഴുത്ത സാധനം. അത് എന്താ റൂട്ട് പോയെന്ന് എനിക്ക് പിടിയും കിട്ടുന്നില്ല. ഷേ, കറക്റ്റ് നിങ്ങളോട് പറഞ്ഞു, കറക്റ്റ് ഇതൊന്നിനൊന്നും കാണുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് ഫോണെടുത്ത് വെക്കും, ഇത് ഫ്രണ്ടിലോട്ട് വന്ന് ചാടി. നല്ല മുഴുത്തൊരു സാധനം കേട്ടോ അത്. എൻ്റെ വായിലാണ് നല്ല രസം, ഇങ്ങനെ ഈ ഫ്ലാറ്റായിട്ടിരിക്കുക. സത്യം പറഞ്ഞാൽ കുറേ നേരം റോട്ടിൽ നിന്ന് ഇരുന്നായിരുന്നു ഞാൻ. മറ്റേ നമ്മൾ ഈ തോക്കെടുത്ത് വെടിയേക്കാൻ പോയല്ലേ, അതുപോലെ വെപ്രാളപ്പെട്ട് ഫോൺ എടുക്കാൻ പറ്റുന്ന എനിക്ക് പണ്ടര വെപ്രാളത്തിൽ ക്യാമറ ഓണോ ഞാൻ വേറെ കണ്ടൊക്കെ പിടിച്ച് നോക്കി, അതതിൻ്റെ വഴിക്കും പോയി. നല്ല ആ വീട്ടിൽ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ട് ജസ്റ്റ് ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രം കിട്ടിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഓടാൻ പോയില്ലേ, അതേ കാണുന്ന പള്ളിയുടെ അവിടെ. എനിക്ക് തോന്നുന്നത് ഈ പള്ളിയൊക്കെ പണ്ട് ഇങ്ങനെ കുന്നിൻ്റെ മുകളിലൊക്കെ പണിയുന്നു മിക്കവാറും ഈ കുതിര വണ്ടിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വഴി കാണാൻ വേണ്ടിയിരിക്കില്ല. ആ പള്ളി ഇപ്പം നമുക്ക് ഏത് വഴി നിന്ന് നോക്കിയാലും ആദ്യം കാണുന്നത് ആ പള്ളിയായിരിക്കും. ഇങ്ങനെ ആകാനും ഒരു സാധ്യതയില്ലേ വഴി മനസ്സിലാകാൻ. സത്യ സംഗീതമേ അങ്ങനെ നമ്മൾ തിരിച്ച് കുടിയിൽ മനയിൽ ബന്ധിതു. അയ്യോ, ഇവിടെ സൈക്കിളൊന്നും പൂട്ടി വെച്ചില്ലേ? വാട്ട് ഈസ് ദിസ്? കബാലിഡ ഉറങ്ങിയില്ലേ? വ്ളോഗിങ് ഇച്ചിരി കൂടി പോകുന്നുണ്ടോന്ന് ഡൗട്ട്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ വ്ളോഗിങ്ങാ. ഇത്രയും വേണ്ടല്ലേ അല്ലേ? കുക്ക് ചെയ്യാം നമുക്ക്. കുക്ക് തൈർ ഇവിടെ പറഞ്ഞ. അയ്യോ, എടി തൈര് നീ എടുത്തായിരുന്നോ? പിന്നെ അതിനൊരു വെയിറ്റിൻ്റെ ഒരു വ്യത്യാസം. മുന്നൂറ് ഗ്രാം ചിക്കൻ. ഒരു വണ്ണം ഉണ്ടല്ലോ, അതൊന്ന് കുറയ്ക്കുക, നൈസായിട്ടൊന്ന് സ്ലൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നൈസായിട്ടൊന്ന് മുറിച്ചിട്ട് കുറച്ചുപ്പ്, കുറച്ച് കുരുമുളക്, എണ്ണ ഒരു 10 മില്ലി ധാരാളമാണ്. 10 മില്ലി തന്നെ 82 ഗ്രാം അല്ല 82 കലോറി ഉണ്ട് എണ്ണയിൽ. ഒരു ഓംപ്ലേറ്റ് അടിക്കാം. പിന്നെ നമുക്ക് എന്താ വേണ്ട, കുറച്ച് മുളക്, അപ്പം അത്രേ ഉള്ളൂ. ഇനി മുട്ട ഉണ്ടാക്കും, തൈര്, ചോറ്, അത്രേ ഉള്ളൂ പരിപാടി. അപ്പം ഇനി നാളെ കാണാം. ഒടുക്കത്തെ വ്ളോഗിങ് ആയിപ്പോയി.
അപ്പോൾ ശരി.